അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു മനുഷ്യൻ അതിഥിയായിട്ട് വരുന്നെന്ന് വിചാരിക്കുക. നമ്മൾ എത്ര സന്തോഷത്തോടെ ഉണ്ടാവും സഹോദരന്മാരെ, ഒന്നാലോചിക്കുക. അതുമല്ലെങ്കിൽ നമ്മൾക്കറിയാം, ഗൾഫില് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ, അവര് ഒരു വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി വരിക. അവരുടെ ഇണയായ ഭാര്യ വീട്ടിൽ എത്രത്തോളം സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നുണ്ടാവും, എത്രയോ ഒരുങ്ങി നിൽക്കും. എന്നാ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അതിഥിയായിട്ട്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, ഒരുപാട് ആനന്ദം നൽകുന്ന ഒരു കൊല്ലത്തെ ഏറ്റവും നല്ല മാസം റമദാൻ മാസം തൊട്ട് അടുത്തെത്തിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ഒരുപാട് അനുഭൂതി, അതിൻ്റെ ഒരു സുഗന്ധം എല്ലായിടത്തും ഉണ്ടാവും. എല്ലാ ചുറ്റുപാടുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പോകുന്നു. ഈമാന്റെ മാധുര്യം, തൗബയുടെ ഒരുപാട് കണ്ണുനീര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ട് പാപമോചനം നൽകുമെന്ന് ഉറപ്പ് തന്ന മാസം, 1000 മാസത്തേക്കാൾ എത്രയോ പ്രാധാന്യമുള്ള ദിവസം, ഒരൊറ്റ രാത്രി എന്നുള്ള മാസം. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക സഹോദരന്മാരെ. നമ്മളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത്, റമദാൻ ഒരുപാട് വന്നു പോകും. റമദാൻ ഇനിയും ഒരുപാട് വന്നു പോകും. ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ ഒരുപാട് ഇങ്ങനെ വന്നു പോകും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലേക്ക് റമദാൻ പ്രവേശിച്ചു എന്നാണ്. നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതല്ല പ്രാധാന്യം, നമ്മൾക്കൊരു ഡേറ്റ് മാറുക അല്ല പ്രാധാന്യം സഹോദരന്മാര്. ഷഅബാൻ 30 കഴിഞ്ഞു, റമദാൻ 1 റമദാൻ 30 കഴിഞ്ഞു, ശവ്വാൽ 1 റമദാൻ ഇതാ വരുന്നു, ഇതേ പോകുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു മാസത്തിന്റെ മാറ്റമാവരുത്. മറിച്ച് റമദാൻ എന്നുള്ളത് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ. അത് ഹൃദയത്തിലേക്ക് ഒരു വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ സഹോദരന്മാര്? ആലോചിച്ച് നോക്ക്. ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഭാര്യ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് തയ്യാറെടുത്തിട്ടുണ്ടാകും. എന്നാൽ ഞാനും നിങ്ങളും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ? ഒന്നാലോചിക്കുക. എന്തിനു വേണ്ടി റമദാൻ വരുന്നു? അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. ഇൻഷാ അല്ലാ അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയത്, ഇന്നത്തെ കാലഘട്ടത്തില് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന് മൊബൈലിനോടുള്ള സ്നേഹം, മൊബൈലിനോടുള്ള ആത്മാർത്ഥത, മൊബൈലിനോടുള്ള മഅയ്യത്ത്, മൊബൈൽ കൂടെ കൊണ്ട് നടക്കുന്നു. ആ മൊബൈലിനോടുള്ള ആത്മാർത്ഥതയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണ്ടായാൽ മതിയെന്നു റബ്ബേ, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു പോറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇന്ന് നോക്ക്, പണ്ട് കാലത്ത് നമ്മൾക്ക് ഒരു വലിയ കോർപ്പറേഷനിൽ എവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും കരടിക്കാനുണ്ടെങ്കിൽ വലിയ ക്യൂല് നിൽക്കുമ്പോൾ പലർക്കും ബോറടിക്കും. എങ്ങനെ ഒരു വലിയ നീണ്ട ക്യൂ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ വീട്ടിന്റെ പുറത്ത് പേഷ്യൻസ് ക്യൂ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ വീട്ടിന്റെ പുറത്തൊക്കെ രോഗികളും റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കുമെന്നും ഇന്നിപ്പോൾ ആരും കംപ്ലൈന്റ് പറയുന്നില്ല. ആർക്കും ബോറടിക്കുന്നില്ല സഹോദരന്മാരെ. എന്തുകൊണ്ട് വെച്ചാൽ എല്ലാവരുടെയും കൈകളിൽ അവർക്ക് മൊബൈലുണ്ട്. അവരുടെ കൂട്ടുകാരനായിട്ട് തൊട്ടടുത്ത് ഹബിലിൽ വരീദ് എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ തൊട്ടടുത്തുണ്ട്, പാന്റിന്റെ പോക്കറ്റിലുണ്ട്. അപ്പൊ മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും ഒരു ബോറടിയില്ല. എല്ലാവരും ഹാപ്പിയാണ്. മണിക്കൂറോളം പേഷ്യൻസ് ഡോക്ടറിന്റെ വീട്ടിന്റെ മുന്നിൽ കാത്തുനിൽക്കാൻ തയ്യാറാണ്. മണിക്കൂറോളം ബസ്സിന് കാത്തുനിൽക്കാൻ തയ്യാറാണ്. മണിക്കൂറോളം ക്യൂ നിൽക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? തൊട്ടടുത്ത് മൊബൈലുണ്ട്. എന്നാൽ മനുഷ്യ, അള്ളാഹു തൊട്ടടുത്തുണ്ട്. മിൻ ഹബിലിൽ വരീദ്, തൊട്ടടുത്തുണ്ട്. വഹുവമാക്കും ഐനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്തുണ്ട്. നമ്മൾക്ക് റമദാന്റെ ഇടയിൽ തന്നെ പറഞ്ഞല്ലോ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, തൊട്ടടുത്തുണ്ട്. ഇഹ്സാൻ വളർത്തേണ്ട മാസമാണ് സഹോദരന്മാരെ. മൊബൈൽ മാറ്റിയിട്ട് മൊബൈലിന്റെ സ്ഥാനത്ത് അസ്തഗ്ഫിറുല്ലാഹ്, ഒരിക്കലും അള്ളാഹുവായിട്ട് അതിന്റെ താരതമ്യം ചെയ്യല്ല, ഒരിക്കലും അസ്തഗ്ഫിറുല്ലാഹ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമ്മൾക്ക് അള്ളാന്റെ കാട്ടി വലുത് മൊബൈലായിപ്പോയോ? മൊബൈലിനോടുള്ള ബന്ധത്തിനെ കാട്ടി ഒന്ന് മാറ്റി നിർത്തി അള്ളാഹുവായിട്ട് വളരെ
ആത്മബന്ധം ഉണ്ടാക്കണം എന്നുള്ള നീയത്തോടെ ഈ റമദാനെ നമ്മൾ കണ്ടുമുട്ടണം സഹോദരന്മാരെ. റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ശാരീരികമായിട്ട്, ഒരു മാനസികമായിട്ട്, ആത്മീയമായിട്ട്, ഇമോഷണലി എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് റമദാനെ നമ്മൾക്ക് വരവേൽക്കണം. നമ്മൾ മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും സൽക്കർമ്മങ്ങളിൽ നമ്മൾ കോമ്പറ്റീഷൻ നടത്തണം. എല്ലാവരും നന്മയിലാവട്ടെ സഹോദരൻ, നന്മയിൽ ഇങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കണം. ഒരു മനുഷ്യൻ 500 രൂപ കൊടുത്താണ് ഞാൻ ഇൻഷാ അല്ലാഹ് 1000 രൂപ കൊടുക്കും. ഒരു മനുഷ്യൻ 2 ഖത്തം തീർത്താണ് ഞാൻ ഇൻഷാ അല്ലാഹ് 4 ഖത്തം തീർക്കും. ഇന്ന് എനിക്ക് വളരെ വളരെ സന്തോഷം. റമദാൻ വരുമ്പോൾ ഒരു വലിയൊരു സന്തോഷം എപ്പോഴും ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഓരോ പള്ളികളിലും അൽഹംദുലില്ലാഹ് സജീവമാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനം, ഒരുപാട് ദഅവത്ത്, ഒരുപാട് ഖുർആൻ, എല്ലാവരും ഒരുമിച്ച് ഒറ്റ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു ഇമാമിന്റെ പിന്നിൽ. സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹ്ക്ക് ഒരുപാട് എപ്പോഴും അള്ളാഹ് പറയണം, അള്ളാഹു എന്തൊരു ഭംഗിയാണ് റമദാൻ. അവിടെ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എല്ലാവരും ഒറ്റ സഫിലിരിക്കുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമില്ല, ആർക്കും സംഘടനാ സ്പിരിറ്റ് ഇല്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നില്ല, തെറി പറയുന്നില്ല, ദേഷ്യം പിടിക്കുന്നില്ല. അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവെ മുസ്ലിം ഉമ്മത്ത് ഇതേപോലെ റമദാനിന് ശേഷം ശവ്വാൽ തൊട്ട് ശഅബാൻ വരെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ മതിയില്ല. എത്ര ഭംഗിയാവും. ഒന്ന് ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് പള്ളിയിൽ നിന്ന് നിങ്ങൾ വിത്തർ സക്കാത്ത് കൊടുക്കുന്നു. അവിടെ നിങ്ങൾ എല്ലാവർക്കും പാവപ്പെട്ട വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. അവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സഹോദരന്മാരെ പ്രവർത്തിക്കുന്നത്. പിന്നെ ശവ്വാൽ ഒന്ന് തൊട്ട് പിന്നെ സംഘടനാ സ്പിരിറ്റോ സംഘടന ഓഫീസാവുന്ന വലുത്. ഒന്ന് നമ്മൾ മാറുക സഹോദരന്മാരെ. നമ്മുടെ മനസ്സൊന്ന് മാറിക്കൂടെ? ഈ റമദാനിലൂടെ നമുക്കൊരു മാറ്റം ഉണ്ടാവേണ്ടേ? നമ്മളൊക്കെ റമദാൻ പറഞ്ഞ് ഇബാദത്തിന് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുക. നമ്മൾ ഒരിക്കലും മടിയന്മാരാവരുത്. വെറും ഉറങ്ങി തീർക്കുക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കുക്ക് ചെയ്യുക, വെറും ഫീസ്റ്റിംഗ് ആക്കുക, ആഘോഷിക്കുക, വെറുതെ കൂട്ടിട്ട് എല്ലാം മാറ്റി നിർത്തി ഈ റമദാൻ എന്നുള്ളത് ഒരുപാട് ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിയ സഹോദരന്മാരെ. നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ പറ്റും. നമ്മളൊക്കെ മടിയന്മാരൊന്നുമില്ല. മുസ്ലിം സമുദായം മടിയന്മാരില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ഒരു മടിയില്ല. രാത്രി മുഴുവനും പണിയെടുക്കാൻ തയ്യാറായി. ഒരു 2000 കിട്ടുവാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. 3000, 4000 കിട്ടാൻ തയ്യാറാണ്. ഒരുപാട് രാത്രി ഉറക്കൊഴിയാൻ തയ്യാറാ. നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മെനക്കെടുന്നുണ്ട്. എൻട്രൻസ് കിട്ടാൻ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ടൂറിന് പോലും ഒരുപാട് സമയം എടുക്കണ്ടല്ലോ. എത്ര ടൂറാണ് നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ. എവിടൊക്കെ പോകുന്നുണ്ട്, ലോകം മുഴുവനും ചുറ്റുണ്ട്. എത്ര മെനക്കെടാണ്. ഒരു ടൂറിന് പോകുന്ന വല്ല ഒരുപാട് സിംഗപ്പൂരിലും അമേരിക്കയിലും ലണ്ടനിലും മലേഷ്യയിലൊക്കെ പോകുന്ന ടൂറാണോ കൂടുതൽ ബുദ്ധിമുട്ട്? അതല്ല വീട്ടിലെ തൊട്ടടുത്തിരിക്കുന്ന പള്ളിയിലേക്ക് പോലാണോ? ഒന്ന് മാറുക സഹോദരന്മാരെ. മാനസികമായിട്ട് തയ്യാറെടുക്കുക. രണ്ടാമത്തെ വേണ്ടിട്ട് നമ്മുടെ നിയത്തുകൾ നിഷ്കളങ്കമാക്കി വെക്കുക. ഇത് ദയവ് ചെയ്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവരത് പള്ളിയിൽ പോയിരിക്കേണ്ടത്. പള്ളിയിൽ എല്ലാവരും പ്രസംഗത്തിന് പോകുന്നു, അതുകൊണ്ട് ഞാനും അവിടെ പോയി കുത്തിയിരിക്കട്ടെ. എന്തിനാ സഹോദരന്മാരെ? സിനിമ കാണുന്ന പോലെ പ്രസംഗം കേൾക്കല്ലേ? ഇന്ന് സമുദായത്തിന് അബദ്ധം അവിടെയാണ്. പ്രസംഗം കേട്ട് ആസ്വദിച്ച് ജീവിക്കുന്ന വേറൊരു സമുദായമില്ല. ഒന്ന് മാറുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം, എനിക്ക് ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കണം എന്നുള്ള നിയത്തോടെ പള്ളിയിൽ പോയിട്ടിരിക്കുക. എല്ലാവരും വരുന്നതുകൊണ്ട് ഞാനും പോയിട്ടിരിക്കരുത്. എല്ലാവരും തറാവിക്ക് വരുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. എല്ലാവരും ഫജർ ജമാഅത്തിന് പോകുന്നു, ഞാനും പോകുന്നു. അങ്ങനെ ആവരുത്. ഞാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എനിക്ക് 2018 റമദാൻ ഒരു മാറ്റം ഉണ്ടാവണേ. മൂന്നാമത്തത് ആത്മാർത്ഥമായിട്ട് ഖുർആനിനോട് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ഒരുപാട് അടുക്കും. അത് വെറും ഒരു വായന ഖത്തം തീർക്കൽ മാത്രമല്ല, അതും വലിയൊരു പ്രാധാന്യ. ഖത്തം എത്രത്തോളം തീർക്കാൻ പറ്റുന്നു തീർത്തോളൂ. പക്ഷെ അത്ര തന്നെ പ്രാധാന്യമാണ് അതിന്റെ അർത്ഥം പഠിക്കുക, ആഴത്തിൽ ചിന്തിക്കുക, ഒരുപാട് ഗവേഷണം ചെയ്യുക, ഹൃദയത്തോടെ ഖുർആൻ വായിക്കുക. ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റമുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. ഈ റമദാൻ 2018 തൊട്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വെളിച്ചമായിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവട്ടെ. നാലാമത്തെ നമ്മൾ ഒരുപാട് ഇൻഷാ അല്ലാഹ് സുജൂദുകൾ ചെയ്യണം, സുജൂദുകൾ വർദ്ധിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അതിനർത്ഥം നമ്മൾ നമസ്കാരത്തിൽ 2 വാരി 3 സുജൂദ് ചെയ്യല്ല അർത്ഥം. അതിനർത്ഥം ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കുന്ന എനിക്ക് രാവിലെ ളുഹ 8 റക്അത്ത് നമസ്കരിക്കാം. എനിക്ക് ളുഹറിന്റെ മുമ്പും 4 ശേഷം 4 നിസ്കരിക്കാം. അസറിന്റെ മുമ്പിൽ 4 നിസ്കരിക്കാം. മഗ്‌രിബിന്റെ മുമ്പ് നിസ്കരിക്കാം, 2 ശേഷം 2 നിസ്കരിക്കാം. ഇശക്ക് നിസ്കരിക്കാം. നമ്മൾ ഒളു എടുത്താൽ നിസ്കരിക്കാം. പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാം.
സഹോദരന്മാർ, എത്രത്തോളം നമസ്കാരം കൂട്ടാൻ പറ്റുന്നു അത്രത്തോളം സുജൂദുകൾ ചെയ്യുക, സുജൂദുകൾ വർദ്ധിപ്പിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലുത് ദുആ ചെയ്യുക. ദുആ ഒരുപാട് ചെയ്യുക, ഇനിയും ചെയ്യുക. കരഞ്ഞിട്ട് ദുആരക്കുക. എനിക്ക് വേണ്ടിയല്ല മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രം സ്വാർത്ഥരാവരുത് നമ്മള്. എൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥരാവരുത്. എൻ്റെ ഉമ്മ ബാപ്പക്ക് വേണ്ടി മാത്രമാവരുത്. എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാവരുത്. എൻ്റെ ഒരുപാട് രോഗികൾക്കാവണം. എനിക്ക് പരിചയമില്ലാത്ത എല്ലാവർക്കാവണം. മുസ്ലിം ഉമ്മത്തിനാവണം. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആവണം. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ, അള്ളാഹു ഒരുപാട് പേര് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾക്ക് വേണ്ടിയുള്ള സ്നേഹമിട്ടിരും. നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉറപ്പ് സഹോദരന്മാരെ, മറ്റു സംഘടന ആവട്ടെ, ആരും ആവട്ടെ, നമ്മളോട് സ്നേഹം കൂടും. ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഈ റമദാനിൽ എനിക്കും എല്ലാ മുസ്ലിം ഉമ്മത്തും മറ്റു സമുദായത്തിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഉറപ്പ് സഹോദരന്മാർ, ഉറപ്പ്. അള്ളാഹു ഒരുപാട് സ്നേഹമിട്ടരും, ഒരുപാട് ഐക്യമിട്ടരും. ഒന്ന് മാറുക സഹോദരന്മാരെ. അതേപോലെ തന്നെ ആത്മാർത്ഥമായ ഒരു മാറ്റം നമ്മൾക്ക് ഉണ്ടാവണം. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹിന്റെ അടുത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹുമ്മ അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നതാണ് പൊറുക്കൽ എന്ന്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് പൊറുക്കാൻ എന്ന്. അള്ളാഹു ഒന്ന് പൊറുത്തുതാ റബ്ബേ, നീ ഒന്ന് കാണിച്ചു തേ, ഒന്ന് പൊറുത്തുതാ. ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഭാവിയിൽ ചെറിയ പാപങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു നീ പൊറുത്തു തരണേ. നിഷ്കളങ്കമായിട്ട് കണ്ണീര് വീഴ്ത്തി ഇസ്തിഗ്ഫാർ ചെയ്യുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരെ, സഹാബാക്കൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്ന് ഒരു സൽക്കർമ്മം സ്വീകരിച്ചിട്ട് എൻ്റെ ലക്ഷണം, നമ്മളിൽ നിന്നൊരു സൽക്കർമ്മം സ്വീകരിച്ചിട്ട് എന്താ ലക്ഷണം അറിയോ സഹോദരന്മാരെ? അടുത്ത വലിയ ഒരു സൽക്കർമ്മത്തിലേക്ക് അള്ളാഹു ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തരും. ഉറപ്പ്. എനിക്കും നിങ്ങൾക്കും തീരുമാനിക്കാം, മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ റമദാൻ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുണ്ടെങ്കിൽ എൻ്റെ ഷവ്വാൽ എന്നുള്ളത് വേറെ ഒരു വ്യക്തിയാകും. എൻ്റെ ഷഅബാനും ഷവ്വാലും ഒരേപോലെയാണെങ്കിൽ നമ്മൾ റമദാൻ സ്വീകരിച്ചിട്ടില്ല സഹോദരന്മാരെ. ഒരേപോലെയാണ് ഷഅബാനും ഷവ്വാലും. ഒരിക്കലാവരുത്. ഞാൻ ഷവ്വാൽ തൊട്ട് ഞാൻ ഒരു മാസം ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു വ്യക്തിയാവും. നമ്മളൊക്കെ MBBS കഴിഞ്ഞാൽ ഒരു കൊല്ലം ഹൗസ് സർജൻസി പീരീഡ് ഉണ്ട്. ഈ ഹൗസ് സർജൻസി പീരീഡിലൂടെ നമ്മൾ വേറെ ഒരു വ്യക്തികളായിട്ട്, ഞാൻ ഡോക്ടറായിട്ട് മാറുക. രോഗികളെ നോക്കാൻ ഒരു പ്രാപ്തരായി, അതിനുള്ള കരുത്ത് കിട്ടി, കോൺഫിഡൻസ് കിട്ടി. അതേപോലെ നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരെ, ഈ റമദാൻ തൊട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കുക സഹോദരന്മാരെ. ഇതൊരു ട്രെയിനിങ് പീരീഡ്. നമ്മുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ. എൻ്റെ കണ്ണുകൊണ്ട് ഇത്രയും നാൾ ഷാബാൻ വരെ ഒരുപാട് സിനിമ, പാട്ടും സംഗീതവും പോർണോഗ്രാഫി കണ്ടിട്ടുണ്ടെങ്കിൽ ഷവ്വാൽ 1 തൊട്ട് ഞാൻ ആള് മാറി മുത്തക്കീനായി. ഞാൻ എൻ്റെ ഷാബാൻ വരെ എൻ്റെ കൈകളിലോട്ട് ഒരുപാട് ചാനലുകൾ മാറ്റി. ഷവ്വാൽ 1 തൊട്ട് മാറി. ചാനലുകൾ ഇനി എൻ്റെ കൈകളിലില്ല. എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ ഒരുപാട് പരദൂഷണം കേട്ടുപോയിട്ടുണ്ടാവും. ഇനി ഷവ്വാൽ 1 തൊട്ട് അങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനം കേൾക്കില്ല. അങ്ങനത്തെ വർത്തമാനം പ്രസംഗം യൂട്യൂബ് ഒന്നും കേൾക്കില്ല. എൻ്റെ കാലുകൾ ഒരുപാട് സിനിമാ തിയേറ്റർ പോയിട്ടുണ്ട്, ഒരുപാട് ബാങ്കിൽ പലിശ വാങ്ങാൻ പോയിട്ടുണ്ട്. ഷവ്വാൽ 1 തൊട്ട് ഞാൻ മാറി സഹോദരന്മാരെ. ഷവ്വാൽ 1 തൊട്ട് ഞാൻ മാറി എന്ന് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇത്രയും കാലം നമസ്കാരമൊക്കെ വീട്ടിലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഷവ്വാൽ 1 തൊട്ട് ഞാൻ 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോവും. 5 നേരം പള്ളിയിൽ പോകുന്ന വ്യക്തികളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൃത്യമായിട്ട് തഹജ്ജുദ് ശീലമാക്കും. ഞാൻ ഇത്രയും നാൾ ഒരു 2.5% സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഷവ്വാൽ 1 തൊട്ട് ഒരുപാട് സദക്കകൾ കൊടുക്കും, ഒരുപാട് സുന്നത്തുകൾ നോമ്പ് നോക്കും, ഒരുപാട് ഉംറ ചെയ്യും. ഷവ്വാൽ 1 തൊട്ട് അടുത്ത റമദാനാമത്തേക്ക് ഒരുപാട് ഖുർആന്റെ പറ്റി തഫ്സീറുകൾ വായിച്ച് ഒരുപാട് അള്ളാഹുവായിട്ട് അടുക്കുമെന്ന് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക സഹോദരന്മാരെ. അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം നമ്മള്. അതിനുവേണ്ടി ആവട്ടെ ഈ റമദാൻ എന്നുള്ളത്. അങ്ങനെയായിരുന്നു ഓരോ സഹാബാക്കളും. ഓരോ റമദാൻ കഴിയുമ്പോഴും അവരുടെ ദറജകൾ കൂടി വന്നു. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. നമ്മൾ മുത്തഖീങ്ങളാവണം സഹോദരന്മാരെ. എപ്പോഴും ഓർക്കുക, ഇത് എൻ്റെ അവസാനത്തെ റമദാനാണ്. എന്ത് മാറ്റമാണ് ഉണ്ടാകുക ഒന്ന് ആലോചിക്കുക സഹോദരന്മാരെ. ഓരോ കർമ്മം ഇത് അവസാനമാണ്. ഞാൻ അതിനെ ഭംഗിയാക്കും, അതിനെ മാക്സിമം ഉപയോഗിക്കും. നമ്മളൊക്കെ തെറ്റിദ്ധാരണ വെച്ചാൽ നമ്മൾ ഇനിയും 5 കൊല്ലം ജീവിക്കുമെന്ന്
എന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു അലസതായിട്ട് കാണുന്നത്. ഒന്ന് മാറ് സഹോദരന്മാരെ, ഒന്ന് മാറ്. നമ്മൾ ഇതൊരു ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും റമദാനിൽ ഒരുപാട് ഈമാൻ വർദ്ധിക്കും, അതിനൊരു മാധുര്യം അനുഭവിക്കും. നമ്മൾ ജീവിതം മുഴുവനും ഷവ്വാൽ 1 തൊട്ട് അടുത്ത ശഅബാനും അതിന് ശേഷമുള്ള ജീവിതം മുഴുവനും റമദാൻ ജീവിച്ച പോലെ ജീവിതമാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ മരണം പറയുന്നത് ഒരു പെരുന്നാൾ പോലെ അതിനെക്കാട്ടി സന്തോഷത്തോടെ എനിക്കും നിങ്ങൾക്കും കണ്ടുമുട്ടാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് ഓഡിയോ ക്ലിപ്പുകൾ അയക്കുന്ന ഒരുപാട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് അയക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ എപ്പോഴും തഹജ്ജുദിൽ പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവേ അവർക്കൊക്കെ എല്ലാ ഹൈറും ബർക്കത്തും ഇട്ടരണേ, അവരെല്ലാവിധ ശർറിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അതേപോലെ ദയവ് ചെയ്ത് വിനീതമായി അഭ്യർത്ഥിക്കുക, ഈ റമദാനിൽ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഓർക്കുമ്പോഴും തവാഫിലും ഈത്തിക്കാഫിലും ഖിയാമുല്ലയിലും എല്ലായിടത്തും ഓർക്കുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മൾക്കൊക്കെ ഈ റംസാനിൽ ഒരുപാട് ഈമാനും ആഫിയത്തും ഇട്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പോരായ്മകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എന്നിട്ട് നമ്മളെല്ലാവരെയും മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ശവ്വാൽ 1 തൊട്ട് മുത്തഖീങ്ങളാക്കി മാറ്റിത്തരട്ടെ. ഈ 2018, 14, 35 ഹിജ്റ എല്ലാ മുസ്ലിം ഉമ്മത്തിനും ഒരു മാറ്റമായി കാരണമാക്കി തീർക്കുമാറാകട്ടെ. എന്നിട്ട് ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.